ദേവികയുടെ ഈ പുതിയ നീക്കത്തെക്കുറിച്ച് താൻ എന്തു പറയുന്നു? കാര്യങ്ങളൊക്കെ നല്ലതാ. ഇതൊരു കൃത്യമായ തന്ത്രമാ. പക്ഷേ നാട്ടിലെ MLA അവരുടെ അധികാരം വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മകനെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്താൽ മോള് പെട്ടുപോവില്ലേ? അവരങ്ങനെ പരാതി കൊടുക്കാതിരിക്കാനാ അച്ഛാ ഞാൻ എസ്തപ്പൻ ചേട്ടനെ കൂടെ കൂട്ടിയത്. ഒരു പരാതി കൊടുക്കുന്നതിന് മുൻപ് എസ്തപ്പൻ ചേട്ടന്റെ മുഖം അവരൊന്ന് ആലോചിക്കില്ലേ? ആരോടെങ്കിലും ഒരു പരാതി പറഞ്ഞ അടുത്ത നിമിഷം അവരുടെ മകൻ ഋഷി കൊല്ലപ്പെടുമെന്നുള്ളൊരു പേടി അവർക്കുണ്ടാവും. ആ, കൃത്യമായ നീക്കം തന്നെയാ ദേവിയുടെ. നന്ദനെ കുറിച്ച് അരുന്ധതിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അവര് ദേവികയെ വിളിക്കും. നന്ദനെ ദേവിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യും. പക്ഷേ നന്ദനെ കാണാതായതിൻ്റെ പിറകിൽ അരുന്ധതിയാണെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. എൻ്റെ കണക്കുകൂട്ടലിൽ ബഹളങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും പോകാതെ സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റാ ഇപ്പോൾ അവർക്കുള്ളത്. അപ്പൊ പിന്നെ നന്ദൻ ആരുടെ കസ്റ്റഡിയിലായിരിക്കുന്ന ഹരിയേട്ടൻ പറയുന്നത്? എനിക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും ഒരു ഊഹം പോലെ പറയുന്നു എന്നേ ഉള്ളൂ. അവസരം നോക്കിയിരുന്ന മറ്റാരോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലോ? അതിനാവും കൂടുതൽ സാധ്യത. നന്ദനോട് ഏതെങ്കിലും തരത്തിൽ പകയോ വൈരാഗ്യവുമുള്ള ഏതോ ഒരാൾ. നന്ദുവിനോട് ഏറ്റവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നത് ഋഷിക്കായിരുന്നു. അരുന്ധതി മാഡത്തിനും ഒരു പരിധിവരെ അതുണ്ട്. നന്ദുവിന് ശത്രുക്കളായിട്ട് മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കിൾ. തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഇനി പ്രകാശ് മേനോൻ അരുന്ധതിയുടെ കാര്യം പറഞ്ഞാ ഇവിടെ വന്നത് അല്ലേ? ആ അതെ അങ്കിൾ. കാർത്തികേയൻ ജയിലിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത് വെച്ചാ അയാൾ അരുന്ധതിയുടെ കാര്യം പറഞ്ഞത്. അതിപ്പോ കാർത്തികേയൻ മനപ്പൂർവ്വം ഒരു കെട്ടുകഥ പറഞ്ഞത് ആവാലോ. കാർത്തികേയൻ മാത്രമല്ല, കെട്ടുകഥയുണ്ടാക്കാൻ പ്രകാശ് മേനോനും പറ്റും. ഇല്ല അങ്കിൾ, പ്രകാശിന്റെ സംസാരവും രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോ അയാളെ സംശയിക്കേണ്ട കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാനൊരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതോ ഒരു അജ്ഞാതൻ ഉണ്ടായിക്കൂടുന്നില്ല എന്നുവെച്ച് കെവിനെയും ഇസബെല്ലയും സംശയിക്കേണ്ട എന്നല്ല. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.